Ministries. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கூசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த புதிய நாளிலே தேவனாகிய கர்த்தர் நம்மை நினைத்து ஆசீர்வதிக்க விரும்புகிறார். கடந்த நாட்களிலெல்லாம் நம்மை பாதுகாத்து இந்த நாளுக்குள் பிரவேசிக்க நமக்கு இரக்கம் பாராட்டியிருக்கிற தேவாதி தேவனுக்கு ஸ்தோத்திரம் உண்டாவதாக. அவருடைய இரக்கங்களும் அவருடைய தயவும் அவருடைய கிருபையும் நம்மை ஒவ்வொரு நாளும் பின்தொடர்ந்து கொண்டிருக்கிறதினாலே தொடர்ந்து நாம் கர்த்தருக்கு நன்றியுள்ளவர்களாய் இருப்போம். கர்த்தர் நமக்கு சொன்னவைகளையெல்லாம் நிச்சயம் நமக்கு செய்யத்தான் போகிறார். தேவன் செய்ய போகிற அதிசயமான காரியங்களை எதிர்நோக்கி காத்திருப்போம். நம்முடைய நம்பிக்கையிலே விசுவாசத்திலே உறுதியாய் நாம் தரித்திருப்போம். தேவனாகிய கர்த்தர் ஒவ்வொரு நாளும் நம்மோடு பேசும்படியாய் கொடுக்கிற ஒவ்வொரு வார்த்தைகளையும் பற்றி கொள்வோம். ஏனெனில் கர்த்தருடைய ஒவ்வொரு வார்த்தையிலும் ஜீவன் உண்டு. அந்த ஜீவனுள்ள வார்த்தைகளை நம்பி காத்திருப்போம். தேவனாகிய கர்த்தர் பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാഡ് ഹൂസീസ് മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ തോമസ് സാർ തന്നോടുകൂടെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ഈ മാറ്റമില്ലാത്ത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്നവനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനെക്കുറിച്ച് അല്പസമയം ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു സൂക്ഷിപ്പുകാരനുണ്ട്. ബൈബിൾ ഭാഷയിൽ ഇസ്രയേലിൻ്റെ പരിപാലകൻ, ഉറങ്ങാത്ത, മയങ്ങാത്ത, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന നല്ലൊരു സൂക്ഷിപ്പുകാരൻ. അതെ, നമ്മെ സൃഷ്ടിച്ച സർവശക്തനാകുന്ന ഏക സത്യദൈവം. ആ പരിപാലകൻ നമ്മുടെ കാൽ വഴുതി പോകുവാൻ സമ്മതിക്കാത്തവനാണ്. പകൽ സൂര്യനെയും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കാതെ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്ന നല്ല പരിപാലകനായ ഒരു സൂക്ഷിപ്പുകാരൻ, സർവശക്തനാകുന്ന ഏക ദൈവം നമുക്കുണ്ട് എന്നതിനെ ഓർത്തുകൊണ്ട് ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കട്ടെ. ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാം വാക്യം. ആ തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു: യഹോവയാകുന്ന ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ദൈവവചനം ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനെ, തൻ്റെ സൃഷ്ടിയോടുള്ള ദൈവത്തിൻ്റെ കരുതലിനെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യഹോവയാകുന്ന ഞാൻ അതിനെ സൂക്ഷിക്കും. ദൈവം സൂക്ഷിച്ചാൽ, ദൈവം അനുവദിക്കാതെ ആർക്കും ഒന്നിനും, പ്രത്യേകാൽ ഒരു പൈശാചി ശക്തിക്കും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. ഒരു ദൈവ ആശ്രയത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ മകൻ, ഒരു മകളുടെ ജീവിതത്തിൽ എത്രയോ ആനന്ദകരമാണ്
എത്രയോ ധൈര്യമുള്ളതാണ്. എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്നത് സർവശക്തനാകുന്ന ദൈവമാണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇയ്യോബ് എന്ന് പറയുന്ന നീതിമാനാകുന്ന മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. 1 അധ്യായം 10 സാത്താൻ ദൈവത്തോട് പറയുകയാണ്, നീ അവനും അവൻ്റെ വീടിനു അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ഇയ്യോബിനെ കുറിച്ച് സാത്താനോട് ദൈവം ചോദിക്കുമ്പോൾ അവനെ നശിപ്പിക്കുവാൻ സാധിക്കത്തില്ല. കാരണം സർവശക്തനാകുന്ന ദൈവമേ, നീ അവന് ചുറ്റും അവനുള്ളതിനെല്ലാം വേലി കെട്ടിയിട്ടിരിക്കല്ലയോ? എന്തുകൊണ്ടാണ് ദൈവം സൂക്ഷിക്കുന്നത്? ഇയ്യോബിനെ എന്തുകൊണ്ടാണ് ദൈവം സൂക്ഷിച്ചത്? ഇയ്യോബിനുള്ളതിനെ എന്തുകൊണ്ടാണ് ദൈവം സൂക്ഷിച്ചത്? ദൈവഭക്തിയിൽ ജീവിച്ചതുകൊണ്ടാണ്, ദൈവാശ്രയത്തിൽ ജീവിച്ചതുകൊണ്ടാണ്. അവിടെ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ ദൂതന്മാർ അശുദ്ധിയുള്ളിടത്ത് അവർക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് ദൈവാശ്രയത്തിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിലും വിശുദ്ധിയുള്ളിടത്തും മാത്രമേ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളിടത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം പറഞ്ഞു വിടുവാനിടയായിത്തീരുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ദൂതന്മാർ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടിവിക്കുന്നു എന്ന്. എത്രയ്ക്കും അനുഗ്രഹീതമായ ആ ദൈവവചനമാണ്. നമ്മെ കരുതുന്ന, നമ്മെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം എനിക്ക് സങ്കേതമായിട്ട്, എനിക്ക് കോട്ടയായിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ അഭിമാനകരമാണ്. രണ്ടാമതായിട്ട് 27 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ പറയുകയാണ്, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കുമെന്ന് പറയുകയാണ്. നാം ദൈവത്തിൻ്റെ നടുതലയാണ്, അഥവാ ദൈവത്തിൻ്റെ കൃഷിയാണ്. ഒരു കൃഷിക്കാരൻ തൻ്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന കൃഷിയെ വാടിപ്പോകാതെ അഥവാ ഉണങ്ങിപ്പോകാതെ ആവശ്യമാകുന്ന വെള്ളം കൊണ്ട് നനച്ച് വളർത്തുന്നത് പോലെ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഞാൻ അതിനെ വാടിപ്പോകാതെ ഞാൻ അതിനെ നനയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആവശ്യമാകുന്ന വെള്ളം കൊടുത്ത് വളർത്തുന്നത് പോലെ നമ്മിൽ കർത്താവ് നമ്മെ വളർത്തുവാൻ ഇടയായിത്തീരും. എല്ലാം തരുന്ന നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മെ വാടിപ്പോകാതെ തക്ക സമയത്ത് ബലത്തോടെ നിർത്തുവാൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് എത്രയോ അഭിമാനകരമാണ്. കർത്താവിൽ വളരുവാൻ ആവശ്യമായതെല്ലാം അവൻ നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം 8 വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു എന്ന്. ദൈവം നമ്മെ നനച്ചിട്ട് നമ്മെ വളർത്തുമ്പോൾ, നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ നനയ്ക്കുന്ന, നമ്മെ കരുതുന്ന ദൈവം പറയുകയാണ്, നിനക്കെതിരെ നിന്ന് നിന്നെ ദ്രോഹിക്കുന്നവൻ നിന്നെയല്ല, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് തൊടുന്നതെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിത, മാതാവേ, പിതാവേ, തിരിച്ചറിയുക, ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങളെ സൂക്ഷിക്കുന്ന, നിങ്ങളെ നനച്ച് വാടിപ്പോകാതെ ഉണങ്ങിപ്പോകാതെ നിലനിർത്തുന്ന ദൈവത്തിന് നിങ്ങളെ കരുതുമ്പോൾ ശത്രുവിന് നിങ്ങളെ തൊടുവാനായിട്ട് കഴിയത്തില്ല. തമ്പുരാൻ കർത്താവ് പറയുകയാണ്, നിങ്ങളെ തൊടുന്നവൻ, ദ്രോഹിക്കുന്നവൻ നിങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് തൊടുന്നതെന്ന്. ഒരു മനുഷ്യൻ്റെ കൃഷ്ണമണിയെ തൊടുവാൻ ആരെങ്കിലും സമ്മതിക്കുമോ? നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന വ്യക്തി ആയിരുന്നാലും നമ്മുടെ ശരീരത്ത്
എവിടെ തൊടുവാൻ നാം അനുവാദം കൊടുത്താലും നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുവാൻ നാം സമ്മതിക്കത്തില്ല. നാം പോലും അറിയാതെ നമ്മുടെ കണ്ണതിനെ വിലക്കുവാനിടയായിത്തീരും. അത്രയ്ക്കും സുരക്ഷിതമാണ് കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറയുന്നത്. എങ്കിൽ കർത്താവ് പറയുന്നു, നിനക്ക് ദോഷം ചെയ്യുന്നവൻ സൃഷ്ടിതാവിൻ്റെ കൺമണിയെയാണ് തൊടുന്നത്, കണ്ണിൻ്റെ കൃഷ്ണമണിയെയാണ് തൊടുന്നത്, കുത്തുന്നതെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കരുതൽ എത്രയ്ക്കും അതിശയകരമാണ്. അത് അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവർ, എന്നെ കരുതുന്ന, എന്നെ സൂക്ഷിക്കുന്ന, എന്നെ നനയ്ക്കുന്ന, എന്നെ വളർത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥപൂർണമായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. 27 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27 അധ്യായം 3 വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, ഞാനതിനെ രാവും പകലും സൂക്ഷിക്കുവാനായിട്ടിടയായിത്തീരും. ഞാനതിനെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എൻ്റെ നടുതലയെ, എൻ്റെ കൃഷിയെ, എൻ്റെ ജനത്തെ, എനിക്കുള്ളതിനെ ഞാൻ സൂക്ഷിക്കുവാനായിട്ടിടയായിത്തീരും. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം 5 വാക്യത്തിൽ പറയുന്നു, ഞാനതിന് ചുറ്റും തീമതിലായിരിക്കുമെന്ന്. എത്രയ്ക്കും അഭിമാനകരമായിരിക്കുന്ന, എത്രയ്ക്കും സന്തോഷകരമായിരിക്കുന്ന ദൈവവചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ചുറ്റും ദൈവം തമ്പുരാൻ പ്രവാചകനാകുന്ന സക്കരിയാവിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്, ഞാനതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്നാണ് ഇവിടെ പറയുവാനായിട്ടിടയായിത്തീരുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായത്തിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 4 എബ്രായ പുരുഷന്മാരെ രാജാവിൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ കുമ്പിടാത്തത് മൂലം വലിയ തീച്ചൂളയിലേക്ക് അവരുടെ വസ്ത്രത്തോടുകൂടി അവരെ വലിച്ചെറിയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ രാജാവ് നോക്കിയിരിക്കുമ്പോൾ തീയുടെ ശക്തി 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. അപ്പോൾ രാജാവ് നോക്കുമ്പോൾ 3 പുരുഷന്മാരെ, ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീയിലിട്ടെങ്കിൽ 25 വാക്യത്തിൽ വായിക്കുകയാണ്, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4മത്തവൻ്റെ രൂപം ദൈവപുത്രൻ്റെ ഇതിനോട് ഒത്തിരിക്കുന്നു എന്നാണ് രാജാവ് അവിടെ പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിത, പ്രിയമുള്ള മാതാവേ, പിതാവേ, പ്രിയമുള്ള സഹോദരി, നാം ചിന്തിക്കുക, നിനക്കാരുമില്ല എന്നും, ആരും കരുതുവാനില്ലെന്നും, എനിക്കൊരു സംരക്ഷണമില്ലെന്നും, ഞാൻ അനാഥയാണെന്നും, എന്നെ കരുതുവാൻ ആരുമില്ലെന്നും പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നീയെങ്കിൽ നിനക്ക് ചുറ്റും തീമതിലായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, തീമതിലായി ഇറങ്ങി വന്നിട്ട് ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിട്ടിരിക്കുമെന്നാണ് പറയുന്നത്. ആ തീച്ചൂളയുടെ നടുവിൽ മഹത്വമായിട്ട് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. തീച്ചൂളയിൽ ഇറങ്ങി വന്ന് ആ തീയുടെ ശക്തിയെ കെടുത്തുന്ന, തീയിൽ വെളിപ്പെട്ട, ആർക്കും കാണുവാൻ കഴിയാത്ത ആ സർവശക്തനായിരിക്കുന്ന ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ തീമതിലായിട്ടിരിക്കുവാനായിട്ടിടയായിത്തീരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരത്തില്ലെന്നല്ല, തീച്ചൂളയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, സിംഹക്കുഴിയുടെ അവസ്ഥ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, പൊട്ടക്കിണറിൻ്റെ അവസ്ഥ ജോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, പത്മോസിൽ ഏകാന്തമായിട്ട് നാടുകടത്തപ്പെട്ട യോഹന്നാൻ അവിടെ ആ അനുഭവം ഉണ്ടായപ്പോൾ, ആ പ്രതികൂലത്തിൻ്റെ എല്ലാം നടുവിൽ നമ്മെ സൂക്ഷിക്കുന്ന ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രതികൂലത്തോടുകൂടെ, നമ്മുടെ പ്രശ്നത്തോടുകൂടെ കൂടെ നടക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്.
അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം വിടുവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഉണ്ട് എന്ന് പറയുവാൻ കഴിയത്തില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ മഹത്വത്തിൽ പിന്നത്തേതിൽ നമ്മെ കാണുവാനായിട്ടിടയായിത്തീരും. സിംഹക്കുഴിയിൽ എറിയപ്പെട്ടവരുണ്ട്, എന്നാൽ പിന്നത്തേതിൽ അവരുടെ നടുവിൽ തീമതിലായി അതിൻ്റെ നടുവിൽ വെളിപ്പെട്ടവൻ അവർക്ക് മഹത്വമായി പിന്നത്തേതിൽ വെളിപ്പെടുവാനിടയായിത്തീരും. അതേ കല്ലെറിഞ്ഞ് സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ സ്തേഫാനോസ് നോക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നതും കാണുവാനിടയിൽ. ഇവിടെ കല്ലേറ് കൊള്ളുമ്പോൾ മഹത്വത്തിൽ അതിൻ്റെ നടുവിൽ കർത്താവിനെ കാണുവാനിടയായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിത, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരട്ടെ. ആ വചനം ഇങ്ങനെ പറയുന്നു: യഹോവയാകുന്നു ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിന് രാവും പകലും സൂക്ഷിക്കും. സക്കറിയ പ്രവാചകൻ പറയുന്നു, ഞാൻ അതിന് ചുറ്റും തീമതിലായി ഇരിക്കും, ഞാൻ എൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. അതെ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരട്ടെ. നമുക്കൊരു സംരക്ഷകനുണ്ട്, ഒരു സൂക്ഷിപ്പുകാരനുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു. സ്വർഗാനുഗ്രഹങ്ങളും നിൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു. നീ നിൻ
നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും